കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ വെക്കണ തിളപ്പിക്കണ കറികൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ഇതിൽ കരിമീൻ വെക്കും, പിലോപ്പി, അയില, ചാള, നങ്ക് എന്നൊക്കെ പറയണ മീനൊക്കെ വെക്കും. അപ്പോൾ ഞാനിവിടെ കരിമീൻ തിളപ്പിക്കണേണ്. ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി ചതച്ചെടുക്കണം, അതാണ് ടേസ്റ്റ്. ഞാൻ ഇവിടെ ആയിരുന്നുകൊണ്ട് അരിഞ്ഞെടുത്തേക്കണം. വീട്ടിലാണെങ്കിൽ ഞാൻ ചതച്ചെടുക്കുള്ളൂ. പിന്നെ ചതച്ച മുളക് പൊടി ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ലോ ഫ്ലെയിമിൽ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം, അതാണ് ടേസ്റ്റ്. അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. എന്നിട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ സിമ്മിലാക്കി വെക്കണം. എന്നിട്ട് ആ പൊടികളൊന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. തക്കാളിയും വിനാഗിരിയും ചേർക്കും. പിന്നെ തക്കാളിയും പുളിയും ഒരു കുഞ്ഞു കഷ്ണം പുളിയും കൂടി ചേർക്കും കേട്ടോ. ഈ മൂന്നും കൂടി ഒരുമിച്ച് ചേർക്കരുത്, വേറൊരു രുചി വരുവേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെട്ടി തിളക്കുമ്പോൾ ആ മീൻ അങ്ങാടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉളുമ്പ് ചൊവ്വ വരുമെന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതുണ്ട്. ഞാൻ മീനൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. പിന്നെ കയ്യിലിട്ട് ഇളക്കത്തിൽ തടുത്തുണി കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കേണ്ട ചെയ്യണം. ഈ മീനൊന്നും അത്ര പേരുത് വേവൊന്നും ഇല്ലാത്ത മീനുമാണ്. ഇങ്ങനെ വെക്കണ മീൻ കറീനെ തിളപ്പിക്കണം എന്നാണ് പറയണത്. ചാറിന് കട്ടി കുറവായിരിക്കുമേ.